യോ വാട്ട്സ് അപ്പ് ഗൈസ്, അത് മനോഹരമായ പുതിയ വീഡിയോ ഗൈസ് നിങ്ങൾക്ക് ഗൈസ് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഗൈസ് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിൽ 1991 ഹയസ്റ്റ് ബോക്സ് ഓഫീസ് റൺസ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഹയസ്റ്റ് ബോക്സ് ഓഫീസ് റൺ ആയിരിക്കത്തില്ല, ഹയസ്റ്റ് തിയേറ്റർ റൺ, അത് ടോപ്പ് തിയേറ്റർ റൺസ്. രണ്ടും എന്താ പറയുക പലതും വ്യത്യാസമായിട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും വീണ്ടും ഒരു ലിസ്റ്റ് എന്ന് പറയും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 1991 ഏറ്റവും ടോപ്പ് 7 ഹയസ്റ്റ് എന്ന തിയേറ്റർ റൺ മൂവി നമുക്ക് ഇവിടെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 7ാമത്തെ ഫിഫ്റ്റ് ഇതിൽ നിൽക്കുന്നത് സന്ദേശമാണ്. നേരത്തെ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ സെയിം കഥ ഇതിൽ തന്നെയാണ് സന്ദേശം. ഏകദേശം 100-ൽ കൂടുതൽ ദിവസം സന്ദേശം ഓടിയിട്ടുണ്ട്. ടോപ്പ് 6ൽ നിൽക്കുന്നത് എന്റെ സൂര്യപുത്രിക്ക്, അത് ഏകദേശം ഒരു 150 ദിവസം വരെ ഓടിയിട്ടുണ്ട് തിയേറ്ററിൽ. 5ാം സ്ഥാനത്ത് ഭരതം, അത് ഏകദേശം 150-ൽ കൂടുതൽ ദിവസവും വരെ ഭരതം എന്താ പറയുക തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് 4ാം സ്ഥാനത്ത് ഇൻസ്പെക്ടർ ബൽറാം, അതും ഏകദേശം ഒരു 150-ൽ കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് അമരം ഏകദേശം 200-ൽ കൂടുതൽ ദിവസം വരെ അമരം തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. അത് മാസീവ് കൊമേഴ്ഷ്യൽ സക്സസ് മൂവിയാണ്. ഒരുപാട് മാസങ്ങളോളം പല സെന്ററിലും ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായും അതുപോലെ തന്നെയാണ് ബൽറാമിന്റെയും കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് തിയേറ്റർ പ്രസൻസ് ഉണ്ടായിരുന്ന സിനിമയും കൂടിയാണ്. അപ്പോൾ എന്തായിരുന്നാലും ടോപ്പ് 2 പിക്കിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ടോപ്പ് 2 പിക്കിൽ എനിക്ക് പറയാനുള്ളത് കിലുക്കമാണ്. 2ാം സ്ഥാനത്തിൽ ഏകദേശം ഒരു വർഷം നിങ്ങൾ ആലോചിച്ചാൽ ഒരു കംപ്ലീറ്റ് ഫുൾ ഇയർ കേരളയിൽ ഓടിയ ഒരു സിനിമയും കൂടെയാണ്. ഏകദേശം 6 കോടി അടുപ്പിച്ചോളം ഈ സിനിമ ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അന്നത്തെ ഒരു ടോപ്പ് സിനിമയാണ് കിലുക്കൻ സിനിമ തന്നെ ടോപ്പാണ്. ഒരു വർഷം മുതൽ ഓടിയിട്ടുള്ളതും ടോപ്പാണ്. അപ്പോൾ എന്തായിരുന്നാലും 2ാം സ്ഥാനം കിലുക്കം. ഇനി 1ാം സ്ഥാനത്ത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ദ ഗോഡ് ഫാദർ. എന്റെ കിലുക്കം ഫേവറേറ്റ് പടമാണ്. ഏകദേശം 400, 410, 17 സിനിമ ദിവസം വരെ ഇത് തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. ഏകദേശം 1.5 വർഷം തിയേറ്റർ ഓടിയിട്ടുണ്ട്. 400 കൂടുതൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിന്റെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാർ തിയേറ്ററിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ ഓടിയിട്ടുള്ളത്. അങ്ങനെ ഒരു 400-ൽ കൂടുതൽ ദിവസം അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കണം. അതുപോലെ തന്നെയാണ് ബോക്സ് ഓഫീസ്. ഞാൻ പറഞ്ഞു കിലുക്കവും ബോക്സ് ഓഫീസും ക്രിക്കറ്റിന്റെയും ഗോഡ്ഫാദറിന്റെയും ബോക്സ് ഓഫീസ് ഏകദേശം ഒരുപോലെയാണ്. 6 കോടി അടുപ്പിച്ചെന്ന് പറഞ്ഞ സിനിമ ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ 1991 ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയ പടങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും. കാരണം വെച്ചാൽ ഇതിന് മുമ്പത്തെ ലിസ്റ്റ് നോക്കുമ്പോഴേക്കും നമ്മുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കുറച്ച് വ്യത്യാസമായിരിക്കും. എന്നാൽ തിയേറ്റർ ഓടിയ ഒരു കണക്ക് നോക്കുമ്പോൾ അതും വ്യത്യാസമായിരിക്കും. കാരണം വെച്ചാൽ മുമ്പത്തെ കൾച്ചർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. 90s കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്റർ ഓടിയ സിനിമ അതിലാണ് വിജയം. ഓക്കെ, ബോക്സ് ഓഫീസിനല്ല വിജയം. ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ എത്ര ദിവസം ഓടി എന്നുള്ള ഒരു കൾച്ചറാണ് അന്ന് നടന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഹൂ മേക്സ് മോർ മണി അവൻ ജയിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യം. ഇപ്പൊ പടമൊക്കെ ടോപ്പ് തന്നെയാണ്. ഗോഡ് ഫാദർ, കിലുക്കം, അമരം, ഇൻസ്പെക്ടർ ബൽറാം, ഭരതൻ, എന്റെ സൂര്യപുത്രിക്ക്, സന്ദേശം, പടം എല്ലാം ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം എന്ന് പറഞ്ഞു നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരും ഗൈസ് പീസ് ഔട്ട്.